ഞാനിപ്പോൾ നിൽക്കുന്നത് പൈനാവിന് സമീപം, ഇടുക്കി ജില്ലയിലെ പൈനാവിന് സമീപം കല്ലുമാടം എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. ഇതൊരു ആദിവാസി മേഖലയാണ്. ഇവിടെ 2-3 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. ഇവിടെ ഇതുവരെ വൈദ്യുതി എത്താത്ത ഒരു സ്ഥലമാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സോളാർ വിളക്കുകളെയാണ്. എന്നാൽ നമുക്കറിയാം, മഴക്കാലമായി കഴിഞ്ഞാൽ സോളാറിൽ നിന്ന് പൂർണ്ണമായും വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള സുര എന്ന് പറയുന്ന ചേട്ടൻ കണ്ടെത്തിയ ഒരു മാർഗമാണ്. ഇതൊരു ചെറിയ ജലവൈദ്യുത പദ്ധതിയുടെ ഒരു മോഡലാണ്. ഇത് കറണ്ടില്ല, നമുക്ക് വെട്ടം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കറണ്ടും വെട്ടമില്ലാതെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരാണ് എനിക്കിവിടെ ഒരു സോളാർ കൊണ്ടുവന്ന് തന്നത്. അത് 8-10 വർഷത്തോളമായി. വേറെ ഞാനിത് കാശ് മുടക്കി തന്നെ പിന്നെ ഇത് മേടിച്ച് ആദ്യം ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് മൊത്തം 15 രൂപയ്ക്ക് അടുത്ത് മുടക്ക് വന്നു. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. സർക്കാർ ഇത് തരാമെന്ന് പറയുന്നല്ലാതെ ഈ ആരോ പറഞ്ഞ പോലെ കോഴിക്കും മുല കൂട്ടുന്ന പോലെയുള്ള ഒരു പരിപാടി മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ. ബാക്കി ആരുമില്ല. ഇവിടെ ഇത്രയും 36 വീട്ടുകാരിവിടെ സ്ഥലമുണ്ടായിരുന്നവരാണ്. അവരെയെല്ലാം ഈ സർക്കാരിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അലമ്പുണ്ടാക്കി അവരെ ചാടിച്ചു വിടുക ചെയ്ത്. പിന്നെ ഞാനും എൻ്റെ പിള്ളേർ 3 പിള്ളേരും മാത്രമേ ഉള്ളൂ. ഞാനും മാത്രമേ ഇവിടെ ഇപ്പം നിലവിലുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ വർഷകാലമായി കഴിയുമ്പോൾ നമുക്ക് കറണ്ട് വെട്ടം കിട്ടും. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് എത്ര ലൈറ്റൊക്കെ കത്തിക്കുന്നുണ്ട്? ഇതിലിപ്പോൾ ഞാനൊരു ബൾബേ ഇടുന്നുള്ളൂ. പിന്നെ TV ഒക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മുറി തിരിച്ച വീടല്ലല്ലോ, ഹാളായിട്ട് കിടക്കുമല്ലേ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഈ പുല്ലുമേഞ്ഞ വീടാണ്. പടത വലിച്ചു കെട്ടിയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ഈ ആരോ പറഞ്ഞ പോലെ 100 ബൾബിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബൾബ് തന്നെ നമ്മൾ പെരക്കകത്ത് വീടും പുറത്തേക്കും കൊടുക്കാം. പിന്നെ വേനൽക്ക് മാത്രം വെള്ളം പറ്റുമോ? വേനൽക്ക് കുടിവെള്ളം കഷ്ടിയൊക്കെ കിട്ടുന്നുള്ളൂ. അന്നേരം സോളാർ ഉണ്ട്. അന്നേരം സോളാർ. ഇപ്പോൾ ബാറ്ററി പോയത് കൊണ്ട് ഇപ്പോൾ അത് ആരെങ്കിലും ചാക്കിയിട്ടൊരു ബാറ്ററി ഒരെണ്ണം സംഘടിപ്പിക്കണമെന്നുള്ളത് ഇങ്ങനെ ഓർത്ത് നടക്കുക. ഇത് മണ്ടേന്ന് കൊണ്ടുവരുന്നത്, ഇതിൻ്റെ കരോട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പൈപ്പിന് ഓസിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ സുരച്ചേട്ടൻ്റെ ഈ സംവിധാനം അത് സാധാരണ നമ്മൾ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഒരു ചെറിയ മാതൃക തന്നെയാണ്. പക്ഷേ ഇതൊരു മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ഇതേപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വനത്തിനുള്ളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെയുള്ള തോടുകളിൽ നിന്നോ പുഴകളിൽ നിന്നൊക്കെ ഇതേപോലെ ഒരു ചെറിയ ഓസ് ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ സമയവും വൈദ്യുതി കിട്ടുന്ന തരത്തിലൊരു സംവിധാനം ഒരുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഈ സുരച്ചേട്ടൻ ഇവിടെ സ്ഥാപിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലുമാടത്തിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിനസ് രാജു നമുക്കിപ്പോൾ. ജെയിൻ, സുരച്ചേട്ടൻ കൊള്ളാലോ, ഇങ്ങനെയൊരു സംവിധാനം അതും ഈ കാടിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ടും കൂടി ഈ കാര്യത്തിലൊക്കെ വേണ്ടതാണ്. എങ്കിൽ കൂടുതൽ അല്ലേ മികച്ച സംവിധാനങ്ങളിലേക്ക് വരാനും പറ്റുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ ഒരു നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ സ്ഥാപിച്ചാൽ എല്ലാവർക്കും പ്രയോജനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ മലയോര മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ കുടിവെള്ളം എത്തുന്നത് കിണറിൽ നിന്നല്ല, മലയ്ക്ക് മുകളിൽ നിന്നൊക്കെ കിലോമീറ്ററുകളോളം ഓസ് ഇട്ടായിരിക്കും ഈ ചെറിയ നീർച്ചാലുകളിൽ നിന്നൊക്കെ വെള്ളം എത്തിക്കുന്നത്. ആ സംവിധാനം, ആ കുടിവെള്ളത്തിന് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് എത്തിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അധിക ചെലവുകളില്ലാതെ ഒരു മോട്ടോർ സ്ഥാപിച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ നിരവധി സ്ഥലങ്ങളിൽ പോയി നമ്മൾ മലയോര മേഖലയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെയെല്ലാം വീടിൻ്റെ മുന്നിൽ ഇതേപോലെ മുഴുവൻ സമയവും വെള്ളം വന്ന് ചാടുന്നത്. അത് പുഴയിൽ, ചെറിയ തോടിൽ നിന്നോ അരുവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഓലിയിൽ നിന്നൊക്കെയാണ് പറയുന്നത്, ഓലിയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന, അങ്ങനെയൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്ന വെള്ളം എല്ലാവർക്കും ചെയ്ത ഒരു മോട്ടോർ ഉപയോഗിച്ചാൽ അവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും കാടുകളിൽ പോയി അവിടെ വാച്ച് ടവർ ഒക്കെ സ്ഥാപിച്ച് അവിടെയൊക്കെ കഴിയുന്നുണ്ട്. അവരൊക്കെ സോളാറിനെയാണ് ആശ്രയിക്കുന്നത്. സോളാർ പലപ്പോഴും ഈ മലയോര മേഖലയിലൊക്കെ പല സമയത്തും സൂര്യപ്രകാശം കിട്ടില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് പകുതി സമയവും മഞ്ഞായിരിക്കും, മൂടൽ മഞ്ഞായിരിക്കും. അപ്പോൾ സോളാറിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ആ സമയത്തൊക്കെ സമൃദ്ധമായ മഴയുള്ള സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഒരു വഴി കണ്ടെത്തിയ സുരച്ചേട്ടൻ എല്ലാവിധ അഭിനന്ദനങ്ങളും കയ്യടിയും തീർച്ചയായും അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്, ഗംഭീരമായി. അപ്പോൾ നന്നായി പോട്ടെ. എനിക്ക് തദ്ദേശ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം കൂടി അദ്ദേഹത്തിന് കേട്ടെ. ശരി ജയനെ.